കർത്താവിൻ്റെ പുനരാഗമനം സമാഗതമായിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രത്യാശയെ പുതുക്കുന്ന പാട്ടുകൾ പാടാനും സന്തോഷിപ്പാനും ദൈവം നമുക്ക് നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയിലെ ബൈബിൾ ക്ലാസ്സിൽ ഞാനൊരു ഗ്രഹപാഠം തന്നിട്ടുണ്ടായിരുന്നു. രണ്ടുപേര് ആ ഗ്രഹപാഠം വിശദമായിട്ട് എഴുതി കഴിഞ്ഞ ആഴ്ചയിൽ തരാനിടയായിട്ട് തീർന്നു. അപ്പോൾ അതിലെ ചില കാര്യങ്ങൾ ഞാനൊന്ന് ഓർപ്പിക്കുന്നത് പ്രയോജനമായിരിക്കും എന്ന് കരുതുന്നു. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ടൊരു സത്യമാണ് ഞാൻ വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതിൽ പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വരണം എന്നാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാനൊരു ഗ്രഹപാഠം പറഞ്ഞിരുന്നത്. വേദപുസ്തകത്തിൽ പരിജ്ഞാനമില്ലാത്ത, വിവേകമില്ലാത്ത സ്നേഹത്തിൻ്റെ ധാരാളം ചരിത്രം നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഈ ചരിത്രങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് നമ്മുടെ സ്നേഹത്തെ വളരെ സൂക്ഷ്മതയോടെ വിവേചിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നു, ദൈവവചനത്തിലുള്ള അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അത് വളരെ വിശദമായി ചെയ്യാവുന്നൊരു കാര്യമാണ്. ഗ്രഹപാഠം എഴുതിയ ഒരാളത് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു 20 വേദഭാഗങ്ങൾ ആ ബന്ധത്തിൽ നോട്ട് ചെയ്യാനും ഒക്കെ ഇടയായിട്ട് തീർന്നിരുന്നു. അതെല്ലാം ഞാൻ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പോൾ അത് അതിൽ തന്നെ ഒരു ക്ലാസ്സായിട്ട് മാറിപ്പോകുവാൻ ഇടയായിട്ട് തീരും. എന്നാൽ അതിൽ നിന്ന് 2-3 കാര്യങ്ങൾ നമുക്ക് വളരെ പരിചയമുള്ള കാര്യങ്ങളാണെങ്കിലും എടുത്ത് പറയാം എന്ന് ആഗ്രഹിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞായിരുന്നു, അത് ഗ്രഹപാഠം എഴുതിയവർ എഴുതിയിട്ടുണ്ടായിരുന്നു. 2 ശമൂവേൽ 13-ാം അധ്യായത്തിൽ വളരെ അവിവേകത്തിലുള്ളതായൊരു സ്നേഹം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അമ്നോന് താമാറിനോടുണ്ടായതായ സ്നേഹം. അതിൻ്റെ വിശദീകരണം പറയേണ്ട ആവശ്യമില്ല. വിശദീകരണം വേണ്ട ഒരു അധ്യായം വായിച്ചു നോക്കിയാൽ മതിയല്ലോ. പക്ഷെ അവിടെ വളരെ ഗൗരവതരമായൊരു സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയും. കുടുംബത്തിനകത്തും പരിജ്ഞാനവും വിവേകവുമില്ലാത്ത സ്നേഹം വന്നുകൂടുന്നതിനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിനകത്തുള്ളതല്ലേ, കുഴപ്പമില്ല എന്ന് വിചാരിക്കാൻ പാടില്ല എന്നുള്ള ശക്തമായ അപകട സൂചനയാണ് ആ സംഭവം നമുക്ക് തരുന്നത്. അതുകൊണ്ട് ഈ കാലത്തുള്ളതായ കണക്കുകളുമൊക്കെ ഈ വലിയ യാഥാർത്ഥ്യത്തിൻ്റെ ഗൗരവം നമ്മെ ഓർപ്പിച്ചുണർത്തുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. സംഭവങ്ങൾ പരാമർശിക്കുന്നത് നമ്മുടെ ഈ പഠനത്തിൻ്റെ മഹത്വത്തിന് നിരക്കുകയില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഇതോട് ചേർത്ത് ചിന്തിക്കാവുന്ന മറ്റൊരു സംഭവം ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ഇതിനൊന്നും നമ്മൾ വേദഭാഗം എടുത്ത് വായിക്കുന്നില്ല. ഞാൻ അതൊന്നങ്ങ് പറയുക മാത്രം ചെയ്യാം എന്ന് കരുതുന്നു. ഒരു പുറജാതി യുവാവായിരിക്കുന്ന ഹാമോരിൻ്റെ മകനായ ശേഖേമിന്
യാക്കോബിൻ്റെ മകൾ ദീനയോടുണ്ടായതായ സ്നേഹവും ആ സ്നേഹത്തിൻ്റെ തീവ്രതയുമൊക്കെയാണ് 34-ാം അധ്യായത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാം അത് വളരെ പ്രമാണം തെറ്റിച്ചുള്ളതായൊരു സ്നേഹമായിരുന്നു. ദീന ആ വഴിയിൽ പോകാൻ പാടില്ലായിരുന്നു. ശേഖേമിന് പ്രത്യേകിച്ച് പ്രമാണമൊന്നുള്ള ഒരാളല്ല. അപ്പം അതുകൊണ്ട് ശേഖേമിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പക്ഷേ ദീന ആ വിഷയത്തിൽ എത്രയോ സൂക്ഷിക്കേണ്ടിയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ ദീനയ്ക്ക് സൂക്ഷിക്കാൻ പ്രയാസമാണല്ലോ എന്ന സംഭവം വായിച്ചാൽ തോന്നും. പക്ഷേ അവിടെ പ്രശ്നം തുടങ്ങുന്നത് വളരെ അപകടകരമായൊരു സ്റ്റെപ്പിലാണ് എന്നുള്ളതായ കാര്യം നമുക്കവിടെ ഓർക്കാനായിട്ട് സാധിക്കും. 34-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ദീനദേശത്തിലെ കന്യകമാരെ കാണാനായിട്ട് പോയി. ഒരു യാത്രയുടെ ദുരന്തം, അതാണ് നമുക്ക് ആ അധ്യായത്തിൽ വായിക്കാനായിട്ട് സാധിക്കുന്നത്. എന്താ യാത്രയുടെ കുഴപ്പം? വേർപാട് സൂക്ഷിക്കാത്തതായൊരു യാത്രയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെത്ര ഗൗരവമായിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ടിയ കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. ദീന ആരാണെന്ന് ചോദിച്ചാൽ നമുക്കതിന് കൃത്യമായ ഉത്തരമുണ്ട്. അബ്രഹാമിൻ്റെ മകൻ്റെ കൊച്ചുമകളാണ് ദീന. അപ്പോൾ അബ്രഹാം എന്തോ ഒരു സൂക്ഷ്മതയോടുകൂടി വേർപാട് പാലിച്ച് സാക്ഷ്യം വഹിച്ചൊരു ഭക്തനാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അബ്രഹാമിനോട് കൂടെ കൂടാരങ്ങളിൽ പാർത്ത് ആത്മീയ പാഠങ്ങൾ പഠിച്ച ഇസഹാക്കും യാക്കോബുമൊക്കെ അബ്രഹാമിൽ നിന്നുള്ള ആത്മീക മൂല്യങ്ങൾ ഉൾക്കൊള്ളുവാൻ ഭാഗ്യം കിട്ടിയ ആളാണ്. ആ യാക്കോബിൻ്റെ മകൾ ഇങ്ങനെയൊരു യാത്രയ്ക്ക് ഇറങ്ങാൻ പാടില്ലായിരുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായൊരു സത്യമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ വളരെ ഭയത്തോടുകൂടി ഓർപ്പിക്കുകയാണ്. ഈ കാലത്ത് യാത്രകളൊരു ഹരമായിട്ടുള്ള കാലമാണ്. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നോ ആവശ്യം എന്താണെന്നോ ഒന്നും പരിഗണിക്കാതെ കേവലം യാത്രകൾ ഒരു ഹരമായി മാറിയിട്ടുള്ള വല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അധ്യായം വളരെ ഗൗരവതരമായൊരു അപകട സൂചന നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. താൻ ആരാണെന്ന് മറന്ന് നടത്തിയതായ ഒരു യാത്ര എത്രയോ വലിയ ദുരന്തത്തിൽ കലാശിക്കുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. പരിജ്ഞാനവും വിവേകവുമില്ലാത്ത സ്നേഹത്തിൻ്റെ കുരുക്കിൽ അകപ്പെടുന്നതിന് ആ യാത്ര മുഖാന്തരമായിട്ട് തീർന്നു എന്നുള്ളത് നാം കാണുകയാണ്. നമ്മൾ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. എങ്കിലും കാലിക പ്രസക്തമായിട്ട് ഇത് ഗ്രഹപാഠത്തിൽ എഴുതി എന്നുള്ളത് കൊണ്ട് എടുത്തു പറയാം എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. നമ്മൾ നടത്തുന്ന ഓരോ യാത്രകളും ദൈവത്തിൻ്റെ ഹിതപ്രകാരമായിരിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തണം. ആത്മീക ലക്ഷ്യത്തിലുള്ള യാത്രകൾ പോലും അങ്ങനെയാണ്. നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്, പൗലോസ് യാത്രയെക്കുറിച്ച് അവിടെ പറയുമ്പോൾ എങ്ങനെയെങ്കിലും അവിടെ എത്തണമെന്നല്ല പറയുന്നത്, ദൈവേഷ്ടമാണെങ്കിൽ എത്തണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മീക ലക്ഷ്യത്തിലുള്ള യാത്രകൾ പോലും പ്രാർത്ഥനയോടെ ദൈവഹിതം കണ്ടെത്തി ആയിരിക്കണം എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. അതുകൊണ്ട് വളരെ പ്രസക്തമായുള്ളൊരു കാര്യമാകൊണ്ട് ഞാനത് എടുത്ത് പറയാം എന്ന് ആഗ്രഹിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു സംഭവം പറയാൻ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്, പക്ഷേ പറയാനൊരു ചെറിയ ബുദ്ധിമുട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നത് കൊണ്ട് ആ സംഭവം പറയണ്ട എന്ന് കരുതുകയാണ്. വേഗമായിട്ടൊരു വാചകത്തിൽ ഞാൻ പറയാം. ഒരു ബൈക്ക് അപകടം ഉണ്ടായി, ഹൈറേഞ്ചിൽ വെച്ചാണ് ഉണ്ടായത്. അതിൽ ഒരു പെൺകുട്ടി മരിച്ചുപോയി. ആ പെൺകുട്ടി ഒരു വിശ്വാസിയായിരുന്നു. കൂടെ യാത്ര ചെയ്ത ആൾ ഒരു അവിശ്വാസിയായിരുന്നു. അവന് യാതൊരു കുഴപ്പവും പറ്റിയില്ല. എന്തോ ഒരു അപമാനകരമായിട്ടുള്ളതായ ദുരന്തമാണ്
നമുക്ക് ഇങ്ങനെയൊക്കെയുള്ളതായ സംഭവങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര സൂക്ഷ്മതയോടുകൂടി ഓരോ സ്റ്റെപ്പും എടുത്തു വയ്ക്കുവാനായിട്ട് ആവശ്യമുണ്ട് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് മേഖലയും ധാർമ്മിക മേഖലയായിരുന്നു. നമുക്ക് വളരെ പരിചയമുള്ള ഒരു സംഭവം പറയണം, അത് എഴുതിയിട്ടുണ്ടായിരുന്നു അതിനകത്ത്, അതുകൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് സംഭവങ്ങളും പ്രായം കുറഞ്ഞ ആളുകൾക്കുണ്ടായ പ്രശ്നമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ 2 ശമൂവേൽ 11-ാം അധ്യായത്തിലുണ്ടായ ധാർമ്മികമായ സൂക്ഷ്മതക്കുറവ് സാമാന്യം പ്രായമുള്ള ഒരാൾക്ക് സംഭവിച്ചതാണ്. ദാവീദിന് എത്ര വയസ്സ് പ്രായം ഉണ്ടായിരുന്നുവെന്ന് എനിക്കറിയാൻ പാടില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണൻകുട്ടി സഹോദരൻ ഒരു വേദിയിൽ 50 വയസ്സ് കഴിഞ്ഞതിൽ പിന്നെയാണ് ദാവീദ് ഈ പാപത്തിൽ വീണത് എന്നൊരു കണക്ക് പറയാനിടയായിട്ട് തീർന്നത് ഓർക്കുന്നു. അദ്ദേഹം ഒത്തിരി വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു എന്നുള്ളതുകൊണ്ട് ആ കണക്ക് ശരിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏത് പ്രായത്തിലും ധാർമ്മിക മേഖല വളരെ സൂക്ഷിക്കണം. അവിടെയാണ് വിവേകവും പരിജ്ഞാനവുമില്ലാത്ത സ്നേഹം വന്ന് കയറുന്നതിന് സാധ്യതയുള്ളത് എന്നുള്ളതായ ഗൗരവതരമായ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, സ്നേഹം എല്ലാ പരിജ്ഞാനത്തിലും വിവേകത്തിലും ആയിരിക്കുന്നു എന്നുള്ളത് അതിസൂക്ഷ്മതയോടെ ഉറപ്പാക്കാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ഇനി അതിലെഴുതിയ 2 സംഭവങ്ങൾ കൂടി, 2 വേദഭാഗങ്ങൾ കൂടി ഒന്ന് പരാമർശിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ഈ 2 വേദഭാഗങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് സമ്പത്തിനോട് ബന്ധപ്പെട്ടതായ മേഖലയിലുള്ള പരിജ്ഞാനക്കുറവും വിവേകക്കുറവുമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണെങ്കിലും ഒരു വേദഭാഗത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. എബ്രായ ലേഖനം 13-ാം അധ്യായം കുടുംബ ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ടതായൊരു അധ്യായമാണ്. അതിലൊരു വാക്യം നമ്മൾ കല്യാണക്കുറിയിലൊക്കെ അടിക്കാറുണ്ട്. ഏത് വാക്യാണെന്ന് ഓർക്കുന്നുണ്ടോ? വിവാഹം എല്ലാവർക്കും മാന്യം. അത്രയും നമ്മൾ അടിക്കാറുള്ളൂ, അത്രയും അടിച്ചാൽ മതി. പക്ഷേ അതിൻ്റെ അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 2 അപകടം പിടിച്ച മേഖലകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കുടുംബങ്ങൾക്ക് വേണ്ടി ചൂണ്ടിക്കാണിക്കുകയാണ്. വിവാഹം എല്ലാവർക്കും മാന്യം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് കിടക്ക നിർമ്മലമായിരിക്കട്ടെ. ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. അപ്പോൾ ധാർമ്മിക മേഖലയിലുള്ള അപകടം കുടുംബങ്ങളെയും ബാധിക്കാനുള്ളതായ ഏറെ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം പറയാൻ വേണ്ടി ഞാനത് പരാമർശിച്ചത്. അടുത്ത വാക്യം നിങ്ങൾ ഓർക്കണ്ടോ? നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കുടുംബങ്ങളെ പിശാച് വീഴിക്കുന്ന വളരെ അപകടം പിടിച്ച മറ്റൊരു മേഖല സാമ്പത്തികമായ മേഖലയാണ്. പണത്തോട് സ്നേഹമുണ്ടായാൽ, ഈ ഗ്രഹപാഠം എഴുതിയ ആളുകൾ ഈ കാര്യത്തിന് വളരെ ഊന്നൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചേർത്ത് ഓർപ്പിക്കുകയാണ്. പണത്തോട് സ്നേഹമുണ്ടായാൽ ആ സ്നേഹം വളരെ ആത്മീക അപകടങ്ങൾക്ക് മുഖാന്തരമായിട്ട് തീരാവുന്നതാണ്. പൗലോസ് എഴുതിയ വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. അപ്പോൾ എഴുതിയ 2 സംഭവങ്ങളൊന്ന് എടുത്ത് പറഞ്ഞ് ഞാൻ നമ്മുടെ പാഠത്തിലേക്ക് വരാം എന്ന് ആഗ്രഹിക്കുന്നു. ഗേഹസി ഒരു വലിയ പ്രവാചകൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്നു. 2 രാജാക്കന്മാർ 5-ാം അധ്യായം. പക്ഷേ ഗേഹസി വല്ലാത്ത മോഹത്തിൽ കുരുങ്ങി എന്നുള്ളത് നമ്മൾ കാണുകയാണ്. മോഹമുണ്ടായ കാര്യമൊന്നും അവിടെ തുടക്കത്തിൽ പറയുന്നില്ല. പക്ഷെ ഗേഹസി പിന്നെ വന്ന് നിൽക്കുമ്പോൾ ഏലീശ ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാകാം. വസ്ത്രം, ഒലിവ് തോട്ടം, മുന്തിരിത്തോട്ടം ഇവയൊക്കെ വാങ്ങാനുള്ള സമയം ഇതാണോ എന്ന് ഗേഹസിയോട് ഏലീശ ചോദിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഗേഹസി എന്തുകൊണ്ട് ഇതിനായി പ്രേരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവിടെ ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മളെല്ലാം പണം കൈകാര്യം ചെയ്യുന്ന ആളുകളായതുകൊണ്ട്
പണത്തോട് ഒരു ബന്ധമോ ഒരു ചെറിയ സ്നേഹമോ ഒക്കെ തോന്നിപ്പോകാനുള്ളതായ വലിയ സാധ്യതയുണ്ട്. പക്ഷേ അത് വളരെ അപകടം പിടിച്ചൊരു കുഴിയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും സമ്പത്തിനോടുള്ളതായ ആ സ്നേഹം നമ്മിൽ പ്രബലപ്പെടുന്നില്ല എന്നുള്ളത് നമുക്ക് സൂക്ഷ്മതയോടു കൂടി ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കാം. അവിടെ നമ്മൾ തോറ്റുപോയാൽ അത് വലിയ അപകടങ്ങൾക്ക് കാരണമായിട്ട് തീരും എന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം രണ്ടുപേരും എഴുതിയതും കൂടെ പരാമർശിച്ച് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പൗലോസിൻ്റെ അടുത്ത സഹപ്രവർത്തകനായിരുന്ന ദേമാസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം എന്ന് ഞാൻ കരുതുന്നു. 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ പറയുന്നത് ദേമാസ് പൗലോസിനെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയി. എന്തുകൊണ്ടാണ് പോയെന്നുള്ളത് പൗലോസ് അവിടെ വളരെ കൃത്യമായിട്ട് എഴുതുക. എന്താ കാരണം? ഈ ലോകത്തെ സ്നേഹിച്ചിട്ട്, ഈ ലോകത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച ഒന്നാണ്. യാക്കോബ് അങ്ങനെയുള്ള ആളുകളെ വിളിക്കുന്ന പേര് എന്തൊരു ഗൗരവതരമായിട്ടുള്ളതായ പേരാണ്. വ്യഭിചാരികളായിട്ടുള്ളവർ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വകതിരിച്ച് എടുക്കാൻ വളരെ പ്രയാസമാണ്. നമുക്ക് ഈ സ്നേഹത്തിലൊക്കെ കുരുങ്ങിപ്പോകാനുള്ളതായ സാധ്യത വളരെ അധികമാണ്. കാരണം ഈ ലോകത്തിന് അനുരൂപരായി തീരാനുള്ളതായ ആഗ്രഹം വളരെ അധികം വ്യാപകമായി ദൈവജനത്തിൻ്റെ നടുവിൽ നാം കാണുന്നുണ്ട്. ആരെ ഈ ലോകത്തിന് അനുരൂപമാകാനായിട്ട് ശ്രമിക്കുന്നത്? ഈ ലോകത്തെ സ്നേഹിക്കുന്ന ആളുകൾ. അതിനൊരു മറുവശമുണ്ടല്ലോ. കർത്താവിനെ സ്നേഹിക്കുന്ന ആളുകൾ ഓരോ ദിവസവും ഏത് ലക്ഷ്യത്തോടെ ജീവിക്കും? കർത്താവിനോട് അനുരൂപനാകാറുള്ളതായ ആഗ്രഹത്തോടെ ജീവിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ അപകടം പിടിച്ച ഈ മേഖലയിൽ നാം തെറ്റിപ്പോകുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പാക്കാനായിട്ട് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. സവിസ്തരം എഴുതിയതായ ഗൃഹപാഠത്തിൽ നിന്ന് ഒരു ഔട്ട്ലൈൻ നിങ്ങളോട് പറയേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒടുവിൽ പറഞ്ഞ 2 കാര്യങ്ങളിൽ നിന്ന് ഞാനൊരു അപകട സൂചന കൂടി പറഞ്ഞ് മുമ്പോട്ട് പോകാം എന്ന് കരുതുകയാണ്. ഒടുവിൽ പറഞ്ഞ 2 കാര്യവും സുവിശേഷത്തോട് ബന്ധപ്പെട്ട 2 ആളുകളാണ്. ഗേഹസിയും പിന്നെ ദേമാസും. ഇവരുടെ കൂടെ തന്നെ ഇവരെക്കാൾ ഭക്തന്മാരായിട്ടുള്ള 2 ആളുകളുണ്ട്. ഒന്ന് ഏലീശ സാമ്പത്തിക വിഷയത്തിൽ എന്തോ ഒരു ജയാളിയായിരുന്നു. ഞാൻ പലപ്പോഴും ആ വിജയം കണ്ട് അത്ഭുതപ്പെടാറുണ്ട്. കാരണം ഒരു കുന്ന് സമ്പത്ത് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം അതൊന്നും ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് നയമാനോട് എത്ര ധൈര്യമായിട്ടാണ് പറഞ്ഞത്. ഗേഹസിക്ക് ആ പാഠം മതിയായിരുന്നു. എൻ്റെ യജമാനന് വേണ്ടാത്തത് എനിക്കും വേണ്ട എന്ന് തീരുമാനിക്കാമായിരുന്നു. പക്ഷേ സാധിച്ചില്ല എന്നുള്ളത് നാം കാണുകയാണ്. ഒരു ജയാളിയുടെ തൊട്ടരികിൽ നിന്നാണ് വലിയൊരു പരാജിതനെ നമ്മൾ കാണുന്നത്. പൗലോസ് എന്ത് ദർശനമുള്ള ആളായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളത് ഓർത്തു. ഈ ലോകത്തിൽ വിലപ്പെട്ടെന്ന് തോന്നാവുന്ന കാര്യങ്ങൾ ചപ്പും ചവറുമായിട്ട് എണ്ണിയാണ് ആ മനുഷ്യൻ ജീവിച്ചത്. എഫെസോസിലെ മൂപ്പന്മാരോട് പറയുമ്പോൾ പൗലോസ് പറയുന്നുണ്ടല്ലോ, ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ, അടുത്ത വാക്കുന്നത്, ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ മോഹിച്ചിട്ടില്ല. അപ്പോൾ അതെന്തൊരു പ്രാഗൽഭ്യത്തോടു കൂടിയാണ് ആ ദൈവദാസൻ അവിടെ ഓർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ആ ജയാളിയുടെ കൂട്ടത്തിൽ നിന്നാണ് ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് തെസലോനിക്കയിലേക്ക് പോയി കളഞ്ഞത്. സൈമൺ സാറിൻ്റെ ഒരു പാട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ.
ദേമാസിൻ കുഴി വെള്ളി നിറഞ്ഞു കാണുന്നു വഴിയിൽ. അതിൻ്റെ ഒരു മുന്നറിയിപ്പായി പറയുകയാണ്, ആ കുഴിയിലേക്ക് മറിഞ്ഞു വീഴില്ലേ എന്നുള്ളതായ മുന്നറിയിപ്പ് നൽകുകയാണ്. കഴിഞ്ഞ നാളിൽ എത്രയോ പേര് ആ കുഴിയിൽ വീണ് ജീവിതവും സാക്ഷ്യവും നഷ്ടപ്പെടുത്തുവാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിനും ആയിരിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം ആരാണ് എന്നുള്ളതായ കാര്യമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഭൂമിയുടെ ഉപ്പാണെന്നുള്ളത് വിശദമായിട്ട് നമ്മൾ കണ്ടു. രണ്ടാമത്തെ കാര്യത്തിലേക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രവേശിച്ചാണ് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആമുഖമായിട്ട് ചില കാര്യങ്ങൾ ആ ബന്ധത്തിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒടുവിൽ ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത് നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം എത്ര അനുഗ്രഹിക്കപ്പെട്ട ആളുകളാണ്. ഇവിടെ കർത്താവ് ഇവരോട് പറയുക, നിങ്ങളാരാണ്? നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഇതോട് ചേർന്ന് വരുന്ന വളരെ പരിചയമുള്ളൊരു വാക്യം നമുക്കൊന്ന് വായിക്കാം. വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത് പക്ഷേ നമുക്കൊന്ന് വായിക്കണം. 1 പത്രോസ് 2-ാം അധ്യായം 9-ാമത്തെ വാക്യം നമ്മൾ ആരാധന യോഗത്തിലൊക്കെ ധാരാളം വായിക്കാറുള്ളതായ വാക്യമാണ്. വായിച്ചാട്ടെ. 1 പത്രോസ് 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അപ്പോൾ അവിടെ നമ്മുടെ വിഷയബന്ധത്തിൽ വളരെ പ്രസക്തമായൊരു സത്യം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. സുവിശേഷത്താൽ നാം രക്ഷിക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നപ്പോൾ നാം എത്രയോ വലിയ അനുഗ്രഹത്തിലേക്കാണ് പ്രവേശിച്ചത്. പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് അന്ധകാരത്തിൽ നിന്ന് എങ്ങോട്ട്? അത്ഭുത പ്രകാശത്തിലേക്കാണ് സുവിശേഷം വിശ്വസിച്ചപ്പോൾ നാം എത്തിച്ചേരുവാൻ ഇടയായിട്ട് തീർന്നത്. സുവിശേഷത്തിൻ്റെ മഹത്വം ഞാൻ വിശദീകരിക്കുന്നില്ലെങ്കിലും ഒരു വാക്കിൽ ഓർപ്പിക്കട്ടെ. എഫേസ്യത്തിൽ പറയുന്നുണ്ട്, മുമ്പേ നാം ആരായിരുന്നു? ഇരുളായിരുന്നു. ഇരുട്ടിലായിരുന്നു എന്ന് മാത്രമല്ല, നാം തന്നെ ഇരുളായിരുന്നു. എത്രത്തോളം അധപ്പതിച്ച അവസ്ഥയിലായിരുന്നു നാം എന്നുള്ളത് നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. പക്ഷേ യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനും കർത്താവുമായിട്ട് കൈക്കൊള്ളുവാൻ ഇടയായിട്ട് തീർന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, നാം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വരാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളതായ വലിയ സത്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുവിശേഷം തമ്മിൽ വരുത്തിയ അതിശയകരമായ രൂപാന്തരത്തിൻ്റെ മഹത്വം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഞാൻ ചിലപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ വേറൊരു വാക്യം കൂടി പറയുമായിരിക്കാം. നമുക്കറിയാവുന്നൊരു വാക്യമാണ് ചേർത്ത് ഓർപ്പിക്കുകയാണ്. ഈ മത്തായി 5:14 ചേർത്ത് ഓർക്കേണ്ട ഒരു വാക്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. ഓർക്കേണ്ട വാക്യം, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പരാമർശിച്ചായിരുന്നു അത്. അപ്പോൾ അവിടെ കർത്താവ് പറയുക, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അപ്പോൾ ഇവിടെ ഈ പ്രസംഗത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അപ്പോൾ കർത്താവ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് യോഹന്നാൻ 8:12 പറഞ്ഞിട്ട് ആ വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു സത്യമുണ്ട്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും. അപ്പോൾ ഞാൻ ഈ വാക്യത്തിൽ നിന്ന് പറയാൻ പോകുന്ന ആ വലിയ സത്യം
ഇവിടെ നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്യത്തിലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നെ അനുഗമിക്കുന്നവൻ പിന്നെ ഇരുളിൽ നടക്കുകയില്ല, പിന്നെയോ ജീവൻ്റെ വെളിച്ചത്തിൽ നടക്കും. ഞാൻ ആ വാക്യം പറയുമ്പോഴൊക്കെ ആ 8-ാം അധ്യായത്തിലെ ആദ്യത്തെ 11 വാക്യങ്ങളിൽ വിശദീകരിച്ചുള്ള ആ സംഭവം ഒന്ന് ചേർത്ത് ഓർക്കാറുണ്ട്. 11 വാക്യങ്ങളിലൊരു പ്രസിദ്ധമായ സംഭവമുണ്ട്. കുപ്രസിദ്ധമെന്ന് നമുക്ക് തോന്നാം, പക്ഷേ സുവിശേഷത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നൊരു സംഭവം ആദ്യത്തെ 11 വാക്യങ്ങളിൽ ഉണ്ട്. ആ വാക്യങ്ങൾ നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല. വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീയെ കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. എന്നിട്ട് ഇവിടെ കല്ലെറിയണമെന്നാണ് മോശ കൽപ്പിച്ചിട്ടുള്ളത്. നീ എന്തു പറയുന്നു? കർത്താവിനെ പരീക്ഷിച്ചാണ് ചോദിച്ചത്. അത് ഞാൻ വിശദീകരിക്കേണ്ടതായ ആവശ്യമില്ല. നമുക്കറിയാം കർത്താവ് പറഞ്ഞ ഉത്തരവ് നമുക്കറിയാം. അവരോരോരുത്തരും മനസാക്ഷിയുടെ ആക്ഷേപ നിമിത്തം പിരിഞ്ഞുപോയി എന്ന് നമ്മളവിടെ കാണുകയാണ്. നിങ്ങൾ പാപമില്ലാത്തവൻ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കർത്താവ് അവളെ കുറ്റം വിധിച്ചില്ല. അവളോട് പറഞ്ഞു, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല. പിന്നെ പറഞ്ഞ വാക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ടല്ലോ, പോകാം, ഇനി പാപം ചെയ്യരുത്. അപ്പോൾ അവളുടെ പിൽക്കാല ജീവിതത്തിൻ്റെ വിശദാംശങ്ങൾ ഒത്തിരി നമുക്ക് സുവിശേഷങ്ങളിലില്ല. പക്ഷേ പിൽക്കാലത്ത് അവൾ വളരെ വിശുദ്ധയായിട്ട് ജീവിച്ചു എന്നാണ് മറ്റ് തെളിവുകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഈ കർത്താവിനെ ഒരാൾ അനുഗമിക്കാനായിട്ട് തുടങ്ങുമ്പോൾ എന്തോരു വ്യത്യാസമാണ് ഉണ്ടാകുന്നത്, എന്ത് രൂപാന്തരമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ ഈ ഗിരിപ്രഭാഷണം വളരെ അടുത്തിരുന്ന് കേട്ട പത്രോസ് പിന്നീട് ലേഖനം എഴുതുമ്പോൾ ഒരുപക്ഷെ ഈ വാക്കും കൂടെ മനസ്സിൽ കരുതിക്കൊണ്ടായിരിക്കാം പറയുന്നത്, നാം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വന്നവരാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ സുവിശേഷത്താൽ കർത്താവ് നമ്മെ കൊണ്ടുവന്നിട്ടുള്ള ഈ അതിശ്രേഷ്ഠമായ സ്ഥാനത്തിൻ്റെ മഹത്വം ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ സുവിശേഷം എന്നുള്ള വാക്ക് പറയുമ്പോൾ അതിലെന്തെല്ലാം സത്യങ്ങളാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്, എന്തൊരു വലിയ സ്നേഹമാണ് അതിനകത്തുള്ളത്, എന്തൊരു വലിയ ത്യാഗമാണ് അതിനകത്തുള്ളത്. പ്രിയപ്പെട്ടവരെ, സ്വർഗം ഒത്തിരി മുതൽ മുടക്കുകയാണ് നമ്മെ പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ വാക്യം നൽകുന്ന ആദ്യത്തെ സന്ദേശം, രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ നമുക്ക് നല്ല ജീവിത രൂപാന്തരത്തോടെ തുടർന്ന് ജീവിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നെന്ന് പറയുകയും ഇരുളിൽ നടക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് കർത്താവിൻ്റെ നാമത്തിന് ഏറെ അപമാനമായിട്ടുള്ളതായ കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വന്നവരാണ്. ആ രൂപാന്തരത്തെക്കുറിച്ചുള്ളതായ ഒത്തിരി വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ഞാൻ അവിടെ നിന്ന് 1-2 വാക്യങ്ങൾ ഒന്ന് പരാമർശിക്കുക മാത്രം ചെയ്യാം എന്ന് കരുതുന്നു. നമുക്കറിയാം, നാം യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചപ്പോൾ വലിയൊരു രൂപാന്തരത്തിൻ്റെ തുടക്കം നമ്മിൽ ഉണ്ടായി. നമ്മൾ സാധാരണ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, യേശു എന്നുള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ, ആ വരുമ്പോൾ തന്നെ എല്ലാ മാറ്റവും ആദ്യത്തെ ദിവസം തന്നെ ഉണ്ടാകും എന്ന് ആരും വിചാരിക്കേണ്ടതില്ല. പക്ഷേ ഒരു രൂപാന്തരപ്പെട്ട് ജീവിക്കാനുള്ള ജീവിതത്തിൻ്റെ അടിത്തറയാണ് യേശുക്രിസ്തുവിനെ ഒരു പാപി രക്ഷകനും കർത്താവുമായിട്ട് കൈക്കൊള്ളുമ്പോൾ ഇടുന്നത്. അപ്പോൾ വളരെ രൂപാന്തരത്തോടെ ജീവിക്കാനുള്ള അടിസ്ഥാനപരമായ സാധ്യതയിലേക്ക് നമ്മൾ വരികയാണ്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഈ ക്ലാസ്സിലുള്ള മിക്കവാറും പേര് ഈ അനുഭവത്തിലേക്ക് വന്നിട്ടുള്ള ആളുകളാണ്. എങ്കിലും ഒരു വാക്ക് ഞാനൊന്ന് ചേർത്ത് പറയുകയാണ്.
നാം യേശുക്രിസ്തുവിനെ രക്ഷകനായി കൈക്കൊള്ളുന്നതോടൊപ്പം ആരായിട്ടും കൂടെ കൈക്കൊള്ളുകയാണ്, കർത്താവായിട്ടും കൂടെ കൈക്കൊള്ളുകയാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരാൾ അന്ന് മുതൽ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് വിധേയപ്പെട്ട് ജീവിക്കാനായിട്ട് തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വലിയ രൂപാന്തരപ്പെട്ടൊരു ജീവിതത്തിൻ്റെ അടിസ്ഥാനം യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് കൈക്കൊള്ളുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ കൈക്കൊണ്ടപ്പോൾ ഇത്രയും വലിയ രൂപാന്തരത്തിൻ്റെ തുടക്കത്തിലേക്കാണ് വരുവാൻ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ആളുകളെക്കുറിച്ച് നമ്മുടെ കർത്താവിനുള്ള പദ്ധതി എന്താണെന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന വാക്യമാണെങ്കിലും ഒന്ന് വായിച്ചു പോകാം എന്ന് കരുതുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ എത്ര മനോഹരമായിട്ടാണ് ഈ സത്യം പറയുന്നത്. നാം രക്ഷിക്കപ്പെട്ട അനുഭവത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവിന് നമ്മെക്കുറിച്ചുള്ളതായ വലിയ പദ്ധതി അവിടെ രേഖപ്പെടുത്തപ്പെടുകയാണ്. എന്താ നമ്മെക്കുറിച്ചുള്ളതായ പദ്ധതി? തൻ്റെ പുത്രനോട് നാം അനുരൂപരായിട്ട് തീരണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മെക്കുറിച്ചുള്ള നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ വാക്യത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഇത് തെളിയിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇത് എഴുതിയ ആളുടെ കാര്യം പറഞ്ഞാൽ അത് ക്ലിയർ ആകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ വാക്യം എഴുതിയ അപ്പോസ്തലനായ പൗലോസാണല്ലോ. അദ്ദേഹം പറയുന്നൊരു വാക്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ടല്ലോ. ആ വാക്യം വായിക്കേണ്ട. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്കറിയാമല്ലോ. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവാൻ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആ പൗലോസിൻ്റെ ജീവിതത്തിൽ ഈ രൂപാന്തരം എത്രയോ മനോഹരമായി സാധിച്ചു എന്നുള്ളതായ കാര്യം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുക. ഇത് സാധിച്ചതിൻ്റെ ഒരു കാതലായ കാരണമുണ്ട്. അതൊരു വാക്യം പറഞ്ഞ് ഞാൻ പോകാമെന്ന് വിചാരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് സാധിച്ചു? നമ്മിൽ ഒത്തിരി വർഷമായിട്ടും ഇതെന്തുകൊണ്ട് വേണ്ട പോലെ സാധിക്കാതിരിക്കുന്നു? പൗലോസിൻ്റെ ഒരു വാക്ക് അതിൻ്റെ ഉത്തരം തരും. അപ്പോസ്തലപ്രവൃത്തികൾ 26-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. അഗ്രിപ്പാവിൻ്റെ മുമ്പിലെ സാക്ഷ്യമാണ്. എന്താ പറയുന്നത്? അഗ്രിപ്പാവെ, ഞാൻ ഇന്നയോളം സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമുക്ക് ദൈവത്തിൻ്റെ വചനത്തോട് കൃത്യമായ അനുസരണം കാണിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ ഓരോ ദിവസവും പിന്നിടും തോറും നാം ദൈവപുത്രനോട് അനുരൂപരായിട്ട് തീരുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ അന്ധകാരത്തിൽ നിന്ന് നമ്മെ കർത്താവ് സുവിശേഷത്താൽ വിളിച്ചത് ഈ അത്ഭുത പ്രകാശത്തിൻ്റെ രൂപാന്തര അനുഭവത്തിലേക്ക് വരേണ്ടതിന് വേണ്ടിയാണ്. ഇനി വളരെ പരിചയമുള്ള വാക്യത്തിൽ ഏതൊക്കെ പദവികളിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചത് എന്നുള്ളതായ സത്യം നമുക്കെല്ലാം അറിയാമെങ്കിലും ഞാൻ ആ പദവികളുടെ ഒരു ലിസ്റ്റ് നിങ്ങളോടൊന്ന് പറയാം എന്ന് ആഗ്രഹിക്കുകയാണ്. ആദ്യം പറയുന്ന പദവി ഏതാണ്? 1 പത്രോസ് 2:9. ആദ്യം പറയുന്നത് നമ്മൾ ആദ്യം വാക്യം വായിച്ചതാണ്, ബാക്കി നമ്മുടെ മനസ്സിലുള്ളതുമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജാതി. അപ്പോൾ നാം സുവിശേഷത്താൽ ഈ കൃപയിലേക്ക് വന്നപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഉൾപ്പെട്ടു എന്നുള്ളത് നാം കാണുകയാണ്. ഞാനിതൊന്ന് ലിസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നുള്ളൂ. പക്ഷേ ഈ വാക്ക് കുറിച്ച് കഴിഞ്ഞപ്പോൾ ഒത്തിരി ആത്മീക സത്യങ്ങൾ അതോട് ചേർത്ത് എൻ്റെ മനസ്സിൽ വരാനിടയായി തീർന്നു എന്നുള്ളതുകൊണ്ട് ഒരു ചെറിയ വിശദീകരണം ഞാൻ അവിടെ ഓർപ്പിക്കണമെന്ന് ആഗ്രഹിക്കുക.
നമ്മുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ എന്നാ തിരഞ്ഞെടുത്തതെന്നുള്ളത് സാധാരണ ഓർക്കുമല്ലേ? എഫേസ്യ ലേഖനത്തിൽ നിന്ന് ഓർക്കുന്നുണ്ടോ? ലോകസ്ഥാപനത്തിന് മുമ്പേ ഈ വലിയ തെരഞ്ഞെടുപ്പിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവന്നിരുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. എൻ്റെ ചിന്തകളൊന്ന് വഴിമാറിയോ എന്നെനിക്ക് സംശയം തോന്നി. പക്ഷേ ആ വഴിയിൽ ഞാൻ ചില വാക്കുകൾ ഓർപ്പിക്കാൻ ശ്രമിക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയായി, ഒരു കൂട്ടമായി അതിൽ നമ്മെ കർത്താവ് ഉൾപ്പെടുത്തി എന്നുള്ളത് എത്രയോ മനോഹരമായിട്ടുള്ളതായൊരു കാര്യമാണ്. ഞാൻ ഈ കഴിഞ്ഞ മാസത്തിൽ ഒരു പ്രാദേശിക സഭയുടെ മഹത്വം പല വേദികളിലും പങ്കിടുവാനിടയായിട്ട് തീർന്നു. അപ്പോൾ അതോട് ചേർത്തൊരു സത്യമാണ് എൻ്റെ മനസ്സിൽ വരുവാൻ ഇടയായിട്ട് തീർന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കർത്താവിൻ്റെ സഭയുടെ അംഗമായിട്ട് തീർന്നു എന്നുള്ളത്, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് എന്തോ ഒരു ഉന്നതമായ സ്വർഗീയ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കുക. ഇവിടെ അബ്രഹാമിനെ തിരഞ്ഞെടുത്ത കാര്യം നമ്മൾ ധാരാളം ഓർക്കാറുണ്ട്. അതുകൊണ്ട് ആ വാക്യം വായിക്കണമെന്ന് നിർബന്ധമില്ല, ഒന്ന് പറഞ്ഞു പോയാൽ മതി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ച് കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബങ്ങളോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവന്, അടുത്ത വാക്കെന്താ, തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വചനത്തിന് മുമ്പിലിരിക്കുമ്പോൾ ഓർത്തൊരു കാര്യം, ദൈവം തനിക്ക് വേണ്ടി ഒരു ജാതിയെ രൂപപ്പെടുത്തി എടുക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ അതിൻ്റെ ആദ്യ പടിയിൽ ചെയ്തതായ കാര്യം ദൈവം അബ്രഹാമിനെ തനിക്കായിട്ട് വിളിച്ച് വേർതിരിച്ചു എന്നുള്ളതാണ്. ഈ വാക്യത്തിൻ്റെ വിശദീകരണം ഞാൻ ഒത്തിരി പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എത്രയോ വട്ടം ഈ വാക്യം ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അബ്രഹാമിനെ എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തു എന്ന് ഈ വാക്യത്തോട് ചോദിച്ചാൽ 2 ഉത്തരങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒന്ന്, നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് നടക്കേണ്ടതിന് വേണ്ടിയാണ് അബ്രഹാമിനെ തിരഞ്ഞെടുത്തത്. രണ്ടാമത്തെ ലക്ഷ്യം നിങ്ങൾക്കൊന്ന് പറയാമോ? ഇത് അവൻ്റെ മക്കളോട് കൽപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് അബ്രഹാമിനെ തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിലെ പല വാക്യങ്ങളിലൂടെയും പോയ ആളുകളാണെന്നുള്ളത് കൊണ്ട് ഒത്തിരി വിശദീകരണം കൂടാതെ ഇന്ന് രാത്രി അത് പറയാൻ കഴിയും എന്ന് ഞാൻ കരുതുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് അബ്രഹാമിന് മാത്രമുള്ളതാണോ? അല്ല. പിന്നെയോ, നമ്മൾ ആവർത്തന പുസ്തകം പഠിച്ചപ്പോൾ ആ കാര്യം ഓർത്തതാണ്. 32-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യത്തിൽ മോശയും യോശുവും ഒക്കെ ചേർന്ന് ഒരു പാട്ട് ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ച കാര്യമൊക്കെ ഞാൻ ഈ ക്ലാസ്സിൻ്റെ സീരീസിൽ തന്നെ പറയുവാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. 32-ാം അധ്യായത്തിന് 46-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് മാത്രം പോകാം. ഈ ഉൽപ്പത്തി 18-ൻ്റെ 19-ഉമായിട്ട് അത് എത്രയോ യോജിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. വായിച്ചേ. ആവർത്തനം 32-ൻ്റെ 46-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ പറയുന്നതായ കാര്യം, ഇത് ദൈവം ഇസ്രായേലിന് പൊതുവെ നൽകുന്നതായൊരു കുടുംബനിയോഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മനസ്സിൽ വെച്ചുകൊള്ളണം. നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? ഇത് നിങ്ങളുടെ മക്കളോട് ഇത് കൽപ്പിക്കണം. അപ്പോൾ അബ്രഹാമിനെ ഏതൊരു കാര്യത്തിനു വേണ്ടി തിരഞ്ഞെടുത്തോ അതേ കാര്യത്തിനു വേണ്ടി ഇസ്രായേൽ ജനത്തെ എല്ലാം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് ഇവിടെ ഓർപ്പിക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ വലിയൊരു ജ്ഞാനമായിരുന്നു.
വലിയൊരു ജ്ഞാനമായിരുന്നു. ഇത് പറയാനായിട്ട് എനിക്ക് ഏറ്റവും പ്രചോദനമായിട്ട് തീർന്നത്, യിരെമ്യാ പ്രവാചകൻ ശുശ്രൂഷ ചെയ്ത കാലത്ത് ഇസ്രയേൽ ജനവും വളരെ ആത്മീകമായിട്ട് അധപ്പതിച്ചായിരുന്നു. യിരെമ്യാവിന് വേറൊരു പേരുണ്ടല്ലോ, കരയുന്ന പ്രവാചകൻ. ഇസ്രയേൽ ജനത്തിൻ്റെ പാപത്തെ ഓർത്ത് കരയുന്ന, വിലപിക്കുന്ന ഒരു പ്രവാചകനെയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാവുന്ന ചരിത്രമായതുകൊണ്ട് ഒന്ന് കണക്ട് ചെയ്താൽ മതി. യിരെമ്യാ പ്രവചനം 35-ാം അധ്യായത്തിൽ ഈ പ്രവാചകനെ ഒന്ന് ധൈര്യപ്പെടുത്തേണ്ടതിന് വേണ്ടി ദൈവം ഒരു കുടുംബത്തെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് പറയുന്നുണ്ട്. ആ കുടുംബത്തിൻ്റെ പേരാർക്കെങ്കിലും എന്ന് പറയാമോ? രേഖാബ്യ കുടുംബത്തെ ദൈവാലയത്തിലേക്ക് വിളിച്ചുകൊണ്ട് വരാനായിട്ട് പറയുക. നമുക്കെല്ലാം അറിയാവുന്ന ചരിത്രം. എന്നിട്ട് അവരുടെ മുമ്പിൽ വീഞ്ഞ് പകർന്നു വയ്ക്കുകയാണ്. അവർ പറയുന്ന മറുപടിയൊക്കെ നമുക്കവിടെ വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. എങ്കിൽ ആ ചരിത്രത്തിൽ ഒരു വാക്യം ഞാനിന്ന് വളരെ ആഘോഷത്തോടെ ഓർത്തൊരു വാക്യമുണ്ട്. 35-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നമുക്കിവിടെ ഒന്ന് ഓർക്കാം. 35 35-ൻ്റെ 10-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ ഈ കുടുംബം പറയുന്നത്, അതിൻ്റെ ബാക്കി കാര്യമൊക്കെ 35-ാം അധ്യായം നിങ്ങൾക്ക് മുഴുവൻ മനസ്സിലായാലും വീട്ടിൽ പോയി ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇവിടെ ഈ കുടുംബം പറയുകയാണ്, ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യവും ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ഞാനിന്ന് കണക്ട് ചെയ്യട്ടെ. ഇത് ഈ ആവർത്തനം 32-46 ഇവരെല്ലാ കുടുംബങ്ങളുടെയും ഉത്തരവാദിത്വമായിരുന്നു ഇത്. പക്ഷേ ഈ ഉത്തരവാദിത്വം വ്യാപകമായിട്ട് ലംഘിക്കപ്പെട്ടതായൊരു കാലം. അതുകൊണ്ട് ദൈവജനമായ ഇസ്രയേൽ ആത്മീകമായി വളരെ അധപ്പതിക്കുവാൻ ഇടയായിട്ട് തീർന്നു. പ്രവാചകനെ ധൈര്യപ്പെടുത്താനായിരിക്കാം എൻ്റെ പ്രമാണങ്ങൾ സൂക്ഷിക്കുന്ന ആളുകൾ ഇന്നും ഉണ്ടെന്നുള്ളത് പ്രവാചകനെ ധൈര്യപ്പെടുത്തേണ്ടതിന് വേണ്ടി, ഓർപ്പിക്കേണ്ടതിന് വേണ്ടിയായിരിക്കാം ഈ രേഖാബ്യ കുടുംബത്തെ വിളിച്ചുകൊണ്ട് വന്ന് ഇങ്ങനൊരു ഓഫർ അവർക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞത്. ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, പൊതുവെ കുടുംബങ്ങൾ തങ്ങളുടെ നില എന്താണെന്ന് മനസ്സിലാകാതെ, ആത്മീകമായ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിയാതെ കേവലം ഭൗതികതയുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ നടുവിൽ ഞാൻ ഇന്ന് രാത്രി ഈ ബൈബിൾ ക്ലാസ്സിൽ ഈ സത്യം പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം, ആവർത്തനം 32-ാം അധ്യായത്തിന് 46-ാമത്തെ വാക്യത്തിൽ മോശയും യോശുവയും ചെയ്യുന്ന ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചതായ ഈ പാട്ടിൻ്റെ പ്രായോഗികത നമുക്ക് ഉൾക്കൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഈ മൂല്യം സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. ആ കുടുംബത്തിലും ഈ കുടുംബത്തിലും ഇല്ലല്ലോ എന്ന് നോക്കി നമ്മൾ നിരാശപ്പെടരുത്. പിന്നെയോ കർത്താവ് തന്നിട്ടുള്ള പ്രമാണങ്ങളെ ഏതൊരു കുടുംബവും സൂക്ഷ്മതയോടെ പാലിക്കാനായിട്ട് സമർപ്പണമുള്ളവരായിട്ട് തീരുമോ, ആ കുടുംബത്തെ ദൈവത്തിന് ആദരിക്കാതിരിക്കാനായിട്ട് കഴിയുകയില്ല. യോശുവയുടെ വാക്ക് നമ്മൾ വീട്ടിലൊക്കെ എഴുതി വച്ചിട്ടുണ്ടല്ലോ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. പൊതുവെ അവർ ദൈവിക സേവനത്തിൽ നിന്ന് വ്യതിചലിക്കുമോ എന്നുള്ള ഭയം യോശുവയെ തട്ടുന്ന സന്ദർഭത്തിലാണ് ഇത് ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ പറയുന്നത്, നമ്മൾ ആദ്യം ചിന്തിച്ച വാക്യങ്ങളുടെ മൂല്യം മറന്നുപോയൊരു തലമുറയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ മൂല്യങ്ങളെ സൂക്ഷിക്കാനായിട്ട് സാധിച്ചാൽ ഈ രേഖാബ്യ കുടുംബത്തെ പോലെ ഈ തലമുറയിൽ നമുക്കും നിൽക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ പ്രമാണം തന്നെയല്ലേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അടുത്ത വാക്യോടെ ഞാൻ ചേർത്ത് പറയാം. എഫേസ്യർ 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ എന്താ മാതാപിതാക്കൾക്ക് നൽകുന്ന ഉത്തരവാദിത്വം എന്താണ്? പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഒരു ഗ്രഹപാഠമായിട്ട് നിങ്ങളോട് പറയുകയാണ്. ഈ 3 വാക്യങ്ങൾ നിങ്ങൾ മനഃപ്പാഠം പഠിക്കണം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യം, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ഈ 3 വാക്യങ്ങൾ മനഃപ്പാഠം പഠിച്ച് നിങ്ങളത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങളുടെ മക്കളെങ്കിലും ആ കാര്യങ്ങൾ പഠിപ്പിക്കണം. പ്രിയപ്പെട്ടവരെയും
കർത്താവ് തനിക്കായിട്ട് ഒരു ജനത്തെ വിളിച്ച് വേർതിരിക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ അതിൻ്റെ പിമ്പിലുള്ള ദൈവിക തിരഞ്ഞെടുപ്പിൻ്റെ മഹത്വം നാം കാണുകയാണ്. നാം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ച വലിയ തിരഞ്ഞെടുപ്പിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. നമുക്ക് ദൈവം തന്നുള്ള വലിയ ഉത്തരവാദിത്വം ഈ തലമുറയിൽ തിരിച്ചറിഞ്ഞ് അത് ഏറ്റവും കൃത്യമായിട്ട് നിർവഹിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടുകൂടി ഉറപ്പാക്കി ജീവിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആ വാക്കിൽ അടുത്തുള്ള കാര്യങ്ങൾ ഞാനൊന്ന് ലിസ്റ്റ് ചെയ്ത് മാത്രം അടുത്ത ക്ലാസ്സിൽ മുമ്പോട്ട് പോകാമെന്ന് ആഗ്രഹിക്കുകയാണ്. അന്ധകാരത്തിൽ നിന്ന് എന്തോ ഒരു അത്ഭുത പ്രകാശത്തിലേക്കാണ് സുവിശേഷത്താൽ സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവരുവാൻ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഉന്നതമായ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ തലമുറയിൽ ഇന്ന് ജീവിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. ഇവിടെയൊക്കെ നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടായിരിക്കാം, പാളിച്ചകൾ വന്നിട്ടുണ്ടായിരിക്കാം. പാളിച്ചയിൽ തുടരാനിടയായി തീരാതെ പാളിച്ചകൾക്ക് പരിഹാരം വരുത്തി നമ്മുടെ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ഉദ്ദേശം കൃത്യമായി മനസ്സിലാക്കി അത് നിർവഹിച്ച് ഈ നാടുകളിൽ ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.